ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി സൂര്യയും കൂട്ടിയിട്ട് രഞ്ജിത്തിനെ പുറത്ത് കൊണ്ടുപോകാൻ പറയുകയാണ് കേട്ടോ. ആ സമയം സൂര്യ ഒന്ന് ആലോചിക്കുകയാണ്. സൂര്യ പറയാണ്, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ നമ്മുടെ വേദ ഇരിക്കുന്നുണ്ടല്ലോ, വേദക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല, വേദ കൊണ്ടുപോകട്ടെ രഞ്ജിത്തിനെ. അത് കേൾക്കുന്ന വന്ദന പറയാണ്, ശരിയാണല്ലോ, ഇവരല്ലേ ഇനിയിപ്പോൾ മനസ്സറിയേണ്ടത്, ഇവൾക്കാണെങ്കിൽ ഈ നാട് മുഴുവൻ അറിയാം ഈ നിൽക്കുന്ന വേദക്ക്. അപ്പോൾ വേദ രഞ്ജിത്തുമായി പുറത്തിറങ്ങുന്നത് നല്ലതല്ലേ. ഇപ്പോൾ തന്നെ അവർ മനസ്സ് തമ്മിൽ പങ്കുവെക്കുകയും മനസ്സ് തമ്മിൽ അറിയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വിവാഹം ഇവർക്ക് മുന്നോട്ട് വേണോ വേണ്ടേ എന്നൊക്കെ രഞ്ജിത്തിനെക്കുറിച്ചും വേദയെക്കുറിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനൊക്കെ പറ്റുമല്ലോ എന്ന് പറയാനായിട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ഇത് കേട്ടോടെ തന്നെ യതീന്ദ്രനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സൂര്യക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഈ വിവാഹത്തിന് സൂര്യയാണെങ്കിലും മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു സംസാരം എന്തിനു സംസാരിച്ചു എന്നിങ്ങനെ യതീന്ദ്രൻ ചിന്തിച്ച് പോവാണ് കേട്ടോ. ആ സമയം ഉടൻ തന്നെ ആ ചിന്തയുണ്ടെങ്കിലും കൂടിയിട്ട് വേദയോട് പറയുകയാണ്, ഇനി പോ മോളെ എന്നിങ്ങനെ പത്മ പറയാണ്. അപ്പോൾ അത് നല്ല കാര്യമാണ് വന്ദനയും പറഞ്ഞത്. അപ്പോൾ വന്ദന പറയുന്നത് പോലെ നീയും രഞ്ജിത്തും കൂടി പോ, നിങ്ങൾ രണ്ടാളും പുറത്ത് പോ, അതിന് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വേദ? ഇല്ല, ഞാൻ പോയിക്കോളാം എന്ന് പറയണേ. എന്നാൽ നിങ്ങൾ രണ്ടാളും പുറത്ത് പോകുമെന്ന് പറയണേ. അങ്ങനെ അവരെല്ലാവരും അവരെ നിർബന്ധിക്കുകയാണ് കേട്ടോ. അങ്ങനെ രഞ്ജിത്തും വേദയും കൂടിയിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാന്നുള്ള തീരുമാനം അത് എടുക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം എല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം യതീന്ദ്രൻ ചോദിക്കുകയാണ്, മോനെ നീ എന്ത് പണിയാടാ കാണിച്ചത്? എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വിവാഹമല്ലേ ഈ പറയുന്ന രഞ്ജിത്തും വേദയും തമ്മിലുള്ള വിവാഹം. ആ വിവാഹം ഇഷ്ടമല്ലാതെ പിന്നെ എന്തിനാ നീ ഈ വിവാഹത്തിന് മുൻകൈ എടുക്കുന്നത്? അവർ തമ്മിൽ ഒരുമിച്ച് പുറത്തോട്ട് പറഞ്ഞയക്കാനൊക്കെ നീ ഒരുങ്ങുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്, അച്ഛാ അത് എന്തിനാണെന്ന് അച്ഛൻ മനസ്സിലാക്കിക്കോ. എൻ്റെ ഡാഡിക്ക് അറിയാത്തൊരു കാര്യം, വേദയാണ് രഞ്ജിത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയേണ്ടത്, ഞാനല്ല. എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി അവളും അവനും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവനിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ അവൾക്കറിയാൻ കഴിയും, അവൾക്ക് ഇഷ്ടക്കേട് തുടങ്ങും. അപ്പോൾ അവൾ തീർത്ത് പറയും വിവാഹം വേണ്ടെന്ന്. അപ്പോൾ അവർ തമ്മിൽ യാത്ര ചെയ്യട്ടെ എന്ന് പറയണം കേട്ടോ. എൻ്റെ മോന് കൊള്ളാലോ, ഇത്രമാത്രം ഡാഡി ചിന്തിച്ചില്ല എന്നിങ്ങനെ യതീന്ദ്രൻ പറയുകയാണ്. പിന്നീട് രഞ്ജിത്തും വേദയും യാത്ര ചെയ്യാണ് കേട്ടോ. അപ്പോൾ രഞ്ജിത്തിനോട് വേദ ചോദിക്കുകയാണ്, അല്ല ഇത്രയും ടൗണ് ഏരിയയിലൊക്കെ ഇങ്ങനെ നന്നായി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. US ഡ്രൈവ് ചെയ്താൽ പിന്നെ നാട്ടിൻപുറത്ത് ഡ്രൈവ് ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല. US എന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് പലതരത്തിലുള്ള കള്ളന്മാർ പല തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ പിടിച്ച് ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ യാതൊരു കുഴപ്പമില്ല, നമ്മുടെ നാടല്ലേ, അതിന് യാതൊരു പ്രശ്നവുമില്ല. ഒന്നുണ്ട്, ട്രാഫിക് ഉണ്ടാവും. US ട്രാഫിക് അതിൻ്റേതായ ട്രാഫിക് ഉണ്ടാവും, ഇവിടെ അത്രയൊന്നും ട്രാഫിക്കൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ സുഖത്തിൽ പോകാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഒരു പാട്ടിടുകയാണ് കേട്ടോ രഞ്ജിത്ത്. ഉടൻ തന്നെ വേദ ചോദിക്കാം, മലയാളം പാട്ടൊക്കെ ഇഷ്ടമാണോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അല്ല, US വളർന്ന ആൾക്കാർക്ക് മലയാളം പാട്ടൊക്കെ ഇഷ്ടപ്പെടുമോ? എൻ്റെ മാതൃഭാഷയല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെടാതെ എനിക്ക് ഏത് പാട്ടായാലും കുഴപ്പമില്ല എന്ന് പറയണേ. അങ്ങനെ പിന്നീട് അവർ തമ്മിൽ ഓരോന്നും ഇങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പിന്നീട് നമുക്ക് മുന്നിൽ വ്യക്തമാക്കില്ല. അങ്ങനെ അവർ മനസ്സറിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം വേദ പറയുന്നതിനെല്ലാം രഞ്ജിത്ത് തല കുനിച്ച് ആട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ വേദക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയാണ് രഞ്ജിത്തിനെ. അപ്പോൾ അവർ തമ്മിൽ കൈയടിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, മുന്നോട്ടുള്ള യാത്ര തുടരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാണ്. നന്ദിനി ഡ്രസ്സുകളെല്ലാം അലക്കി കൊണ്ടുവന്ന് ടേബിളിൽ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് നന്ദിനി ഈ ഡ്രസ്സ് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഹരിത അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഹരിതയുടെ ഡ്രസ്സും നന്ദിനിയുടെ ഡ്രസ്സും കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഹരിത ചോദിക്കുകയാണ്, ഇതെന്താ നീ ചെയ്യുന്നത്? ഞാൻ മുകളിൽ ഡ്രസ്സ് കിടക്കുന്നുണ്ടായിരുന്നു, നല്ല വെയിലല്ലേ, അപ്പോൾ വെയിൽ കൂടുന്തോറും ഡ്രസ്സിന് കേടല്ലേ, അപ്പോൾ ഞാൻ താഴോട്ട് കൊണ്ടുവന്ന് മടക്കി വെക്കുകയാണ് മാഡം. അതല്ല ഞാൻ ചോദിച്ചത്, ഈ ഡ്രസ്സ് ആരുടേതാണ്? മാഡത്തിൻ്റെ ഡ്രസ്സ്. അതല്ല ഞാൻ ചോദിച്ചത്, ഈ ഇരിക്കുന്ന തുണി എന്ന് പറഞ്ഞിട്ട് അറപ്പോട് കൂടി നന്ദിനിയുടെ തുണി ഇങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് പിടിച്ചിട്ട് പറയാണ്, ഇത് ആരുടേതാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ പറയാണ് നന്ദിനി, ഇത് എൻ്റേതെന്ന് പറയണം കേട്ടോ. അത് തന്നെയാണ് പറഞ്ഞത്, നിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ എൻ്റെ ഡ്രസ്സ് എന്തിന് നീ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഹരിത എന്ത് ചെയ്യുന്നു, ഹരിതയുടെ ഡ്രസ്സെല്ലാം നന്ദിനിയുടെ ഡ്രസ്സിൽ നിന്ന് പെറുക്കിയെടുത്ത് കൊണ്ടുപോവാണ്. മാഡം എന്തേ കാണിക്കുന്നത്? എന്നിട്ട് മുറ്റത്തോട്ട് വലിച്ചെറിയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എല്ലാവരും ഓടിയെത്താണ്, ബഹളം കെട്ടി. എന്താ പ്രശ്നം? അപ്പോൾ യതീന്ദ്രൻ പറയണ, ഈ അലക്കി വെച്ച ഡ്രസ്സ് എന്തിനാ ഹരിത നീ മുറ്റത്തോട്ട് എറിയുന്നത്? അതെ, ഇത് ഇവിടെ കിടക്കേണ്ടതാണ്. അപ്പോഴേക്കും ഉടൻ തന്നെ പത്മ ചോദിക്കുക, എന്തിനാ മോളെ അലക്കി വെച്ച ഡ്രസ്സ് മുറ്റത്തോട്ട് എറിയുന്നത്? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കിടക്കേണ്ട ഡ്രസ്സാണ്, ഇത് അലക്കിയതല്ലേ. അപ്പോൾ നന്ദിനി പറയണത് അലക്കിയതല്ല മാഡം, പിന്നെന്താ ഇത് മുറ്റത്തോട്ട് അത് ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ എൻ്റെ ഡ്രസ്സ് വരാൻ പാടില്ല എന്ന്. അപ്പോൾ അവിടെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ പത്മക്ക്
അവർക്ക് കാര്യങ്ങൾ പിടികിട്ടി. അപ്പോഴേക്കും ഇന്ദ്രജ വന്നിട്ട് ചോദിക്കുകയാണ്, ഹരിത നീ എന്താ കാണിക്കുന്നത്, അലക്കി വെച്ച ഡ്രസ്സ് എന്തിനാ പുറത്തിടുന്നത്? അപ്പോൾ അത് കേട്ടിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് വിജയം വരുന്നത്. ആ ശരിയാണ്, എന്തിനാ ഹരിത അലക്കി വെച്ച ഡ്രസ്സൊക്കെ മണ്ണിലോട്ട് എറിയുന്നത്, ഇനിയിപ്പോൾ വീണ്ടും അലക്കേണ്ടി വരില്ല, അത്രയും ഡ്രസ്സിന് കേടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഹരിത പറയാണ്, ഇത് ഇവിടെ കിടക്കേണ്ട ഡ്രസ്സാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇട്ടതെന്ന് പറഞ്ഞാൽ ഹരിത ഉള്ളിലോട്ട് കയറി വരുമ്പോൾ ഹരിതയുടെ അച്ഛനോ അമ്മയൊക്കെ ചോദിക്കുകയാണ്, എന്താ ഹരിത നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരിത അവിടെ പൂജാമുറിയിൽ പോയിട്ട് തീപ്പെട്ടി എടുത്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് അത് ഒരതിയിട്ട് ആ ഡ്രസ്സിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താ ഈ കാണിക്കുന്നത് എന്ന് യതീന്ദ്രൻ ചോദിക്കുകയാണ്. എന്തിനാണ് നീ ഈ ഡ്രസ്സ് കത്തിക്കുന്നത്? അതെ, ഇവളുടെ ഡ്രസ്സിൻ്റെ കൂടെ എൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് എൻ്റെ കൺമുന്നിൽ പോലും കാണാൻ പാടില്ല. അതെനിക്ക് ഇടാനും കഴിയില്ല, അതെൻ്റെ അലമാറയിൽ മടക്കി വെക്കാനും കഴിയില്ല, കാരണം ഇടാനും കഴിയില്ല. ഇവളാണ് ഈ വീട്ടിലെ വേലക്കാരി. വേലക്കാരിയുടെ ഡ്രസ്സിൻ്റെ കൂടെ എൻ്റെ ഡ്രസ്സ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവൾ എന്ത് പണിയാണ് ചെയ്ത്? അത് കേൾക്കുന്ന നദ്രയുടെ കണ്ണ് നിറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോഴേക്കും പത്മ, ഇവളൊരു പുലി തന്നെയാണ്, പുലിയല്ല പൊപ്പുലിയാണ് എന്നുള്ള ലെവലിൽ പത്മ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ യതീന്ദ്രൻ പറയാണ്, രാജു നീ പോയി വെള്ളം എടുത്ത് കൊണ്ടുപോകാൻ എന്ന് പറയാണ്. അങ്ങനെ രാജു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ സമയം ഹരിത പറയണേ, ഇതിൽ നീ വെള്ളം ഒഴിച്ചാൽ നിന്നെ ഞാൻ തീർക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഈ ഡ്രസ്സിൻ്റെ ഒരു ചെറിയ കഷ്ണം പോലും കത്തിത്തീരാതെ കിടക്കരുത്, അത് ഫുള്ളായി കത്തിത്തീരണം. ഇവളുടെ ഡ്രസ്സിൻ്റെ കൂടെ എൻ്റെ ഡ്രസ്സ് കൊടുന്നെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല. ഒരു വേലക്കാരിയുടെ ഡ്രസ്സിൻ്റെ കൂടെ എൻ്റെ ഡ്രസ്സ് കിടക്കാൻ പാടില്ല. അത് ചെയ്തതിനാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് കത്തിച്ചതെന്ന് പറയുമ്പോൾ നന്ദിനിക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ. നന്ദിനി കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഇതേ സമയം യതീന്ദ്രൻ പറയണേ, ഇതൊക്കെ കുറച്ച് കൂടുതലാണ് കേട്ടോ ഈ പ്രവൃത്തിയൊക്കെ എന്നിങ്ങനെ യതീന്ദ്രൻ ഹരിതയോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യ കോണിയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നന്ദിനി ഓടിക്കൊണ്ട് വരുന്നതാണ്. എന്താ നന്ദിനി നീ ഇത്ര സ്പീഡിൽ ഓടി വരുന്നത്? ഒന്നുമില്ല. എന്താ നിൻ്റെ കവളൊക്കെ ചുവന്നിരിക്കുന്നത്? എന്താ നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക? ഒന്നുമില്ല സാറേ. അപ്പോഴേക്കും നന്ദിനി ഞാൻ പറയുന്നത് ചോദിച്ചതിന് മറുപടി പറയും. അപ്പോഴും നന്ദിനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നന്ദിനി ഇങ്ങനെ പുറത്തോട്ട് നോക്കുന്നു. അപ്പോൾ എന്തിനാ നീ അങ്ങോട്ട് നോക്കുന്നത്? നീ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും നന്ദിനിയുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്കാണല്ലോ തന്നോട് പറഞ്ഞത്. തൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നതിന് ഡ്രസ്സ് കത്തിച്ച ആ ഒരു മനോഭാവം ഹരിതയുടെ പറയാനില്ല. അങ്ങനെ നന്ദിനിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. സമയം ഉടനെ പറയാണ്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി ഒന്നും മിണ്ടുന്നില്ല. നീ ഇങ്ങ് വന്നതെന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഉടൻ തന്നെ രാജുവിനോട് ചോദിക്കുക, രാജു ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ എന്താ ഇത് തീയിട്ടിരിക്കുന്നത്, എന്താണ് ഇവിടുത്തെ പ്രശ്നം? അപ്പോൾ രാജു പറയാണ്, അത് നന്ദിനി കുഞ്ഞില്ലേ, നന്ദിനി ഡ്രസ്സ്, ഇവളുടെ ഡ്രസ്സ്, ഈ ഹരിതയുടെ ഡ്രസ്സ് ടെറസിൽ നിന്നും നന്ദിനിയുടെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒപ്പം എടുത്തതിന് ആ ഡ്രസ്സ് നന്ദിനിയുടെ ഡ്രസ്സിൻ്റെ കൂടെ ഹരിതയുടെ ഡ്രസ്സ്, ഹരിത മേഡത്തിൻ്റെ ഡ്രസ്സ് പാടില്ലെന്ന് പറഞ്ഞിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. അത്രയും വൃത്തികെട്ടവളുടെ കൂടെയാണ് എൻ്റെ ഡ്രസ്സ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട്, വേലക്കാരിയുടെ കൂടെ എൻ്റെ ഡ്രസ്സ് കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് കത്തിച്ചിരിക്കുകയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി സൂര്യക്കാണ്ട് പിടിവിട്ട് പോവാണ്. സൂര്യ പറയണേ, എടി നീ 4 നേരം 5 നേരം വെട്ടി വിഴുങ്ങി തിന്നുന്നത് എൻ്റെ നന്ദിനി ഉണ്ടാക്കിയിട്ടില്ലടി. എന്നാൽ അങ്ങനെയാണെങ്കിൽ നിനക്ക് അത്ര കഴിവുള്ളവളാണെങ്കിൽ എൻ്റെ നന്ദിനിയുടെ കൂടെ നിൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്നതിൽ നിനക്ക് ഇത്ര അറപ്പും വെറുപ്പുമാണെങ്കിൽ നന്ദിനി ഉണ്ടാക്കുന്ന ഭക്ഷണം നീ എന്തിനാടി വെട്ടി വിഴുങ്ങി കഴിക്കുന്നത്? നിനക്ക് കയ്യും കാലുമില്ലേ, നീ അത് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചോദ്യം യതീന്ദ്രനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും പത്മ പറയണേ, എടാ നീ എന്താടാ പറയുന്നത്? അത് അവളുടെ തൊഴിലാണ്, അവൾ ഇവിടുത്തെ വേലക്കാരിയല്ലേ. ആ വേലക്കാരി ഇതല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? വേലക്കാരിയുടെ ഉത്തരവാദിത്തം ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണ്. അപ്പോഴേക്കും യൂസ്ലെസ് മമ്മിയാണ് എൻ്റെ മമ്മി, ഇവരെ എന്താ വിളിക്കേണ്ടത് എനിക്ക് പറയാൻ പറ്റില്ല. ഇവരുടെ പൊട്ടത്തരം കേട്ട് നീ തുള്ളണ്ട. എൻ്റെ ഭാര്യയാണ് ഇത്, വേലക്കാരിയല്ല, ഇത് എൻ്റെ ഭാര്യയാണ്, ഞാൻ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. അപ്പോൾ തന്നെ പത്മ പറയണ്, നീ അങ്ങനെ പല താലിയും കെട്ടിയിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് ഇവളെ ഞങ്ങളുടെ വീട്ടിലെ മരുമകളാക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. ഈ വീട്ടിൽ വേലക്ക് വന്നവൾ വേലക്കാരി തന്നെയാണ്. അപ്പോഴേക്കും നിൻ്റെ യൂസ്ലെസ് ആൻറ്റി പറയുന്ന വാക്കുകൾ കേട്ട് നീ എൻ്റെ നന്ദിനിക്ക് നേരെ ഇനിയൊരു പ്രയോഗം, ഇനി എന്തെങ്കിലും ഒന്ന് നന്ദിനിയുടെ കണ്ണ് നിറക്കാനുള്ള ആ ഒരു അവസരം നീ ഉണ്ടാക്കിയാൽ, എടി ഹരിതേ, ഞാൻ ആരാണെന്ന് ശരിക്കും നീ അറിയും. ഇതുവരെ കണ്ട ആളായിരിക്കില്ല സൂര്യ, ഇതെൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയെ നീ പീഡിപ്പിച്ചാൽ കണ്ടു നിൽക്കില്ല സൂര്യ. സൂര്യയുടെ സ്വഭാവം എന്താണെന്ന് അറിയും. നന്ദിനി നീ ഇങ്ങ് വന്നെന്ന് പറഞ്ഞ് നന്ദിനിയെ പിടിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പത്മ
സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും എന്ത് സ്വഭാവമുള്ള പെണ്ണാണിത്, പത്മയേക്കാൾ മോശമുള്ള ഒരു പെണ്ണെന്ന ലെവലിൽ അവിടെ നിന്ന് യതീന്ദ്രനും രാജുവും മറ്റുള്ളവരൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും പത്മ പറയണേ, മോളെ നീയാണ് എൻ്റെ മോള്, എങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് പത്മ ഹരിതയെ ഒന്നും കൂടി പുകഴ്ത്തുകയാണ് കേട്ടോ. ഇതേ സമയം വേദയാണെങ്കിലോ റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്, ഒരു കോഫി കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജിത്ത് കയറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ കോഫി കുടിക്കുകയാണ്. അപ്പോൾ കോഫി കുടിക്കുന്ന സമയത്ത് വേദയുടെ ലവർ ആ വഴി കയറി വരികയാണ് കേട്ടോ. ആഹാ വേദ, നീ എന്താ ഇവിടെ, അപ്രതീക്ഷിതമായല്ലോ നിൻ്റെ കണ്ടുമുട്ടൽ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴേ വേദ കണ്ണൂരിട്ട് കാട്ടാണ്. അപ്പോൾ ഇതാരെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇവളുടെ കോളേജിൽ പഠിക്കുന്ന പയ്യനാണെന്നിങ്ങനെ ഇവിടെ പറയുകയാണ് രഞ്ജിത്തിനോട്. അപ്പോൾ വേദ അങ്ങനെ കണ്ണുകൊണ്ടിട്ട് കാണിക്കും, മര്യാദക്ക് പോ എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. ആ സമയം നീ ഇവിടെ ഇരിക്കും, ഞങ്ങളുടെ കൂടെ ഒരു കോഫി കുടിക്കാം എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് വിളിക്കുമ്പോൾ അവൻ വേദയുടെ കണ്ണുരുട്ടിൽ കണ്ടതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയം അവൻ പോയെന്ന് കാണുമ്പോൾ രഞ്ജിത്ത് ചോദിക്കുക, ഇത് എന്ത് ഫ്രണ്ടാണ് നിൻ്റെ, ഞാനൊരു കോഫി കുടിക്കാൻ വിളിച്ചപ്പോൾ അവൻ വന്നില്ലല്ലോ. ഓ അവൻ അങ്ങനെ തന്നെയാണ്, അവൻ എൻ്റെ കോളേജിലെ എൻ്റെ സീനിയറാണ്, അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേദ അവിടെ നിർത്തുകയാണ് വാക്ക്. അപ്പോൾ ഉടൻ തന്നെ രഞ്ജിത്ത് പറയുന്നു, ഒരു മിനിറ്റ് വേദ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ കോഫി അവിടെ വെച്ചിട്ട് രഞ്ജിത്ത് ഇവൻ്റെ അരികിലോട്ട് പോവുകയാണ്. എന്നിട്ട് പറയണേ, അല്ല നീ എന്താ ഞാനൊരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞതിന് മറുപടി പറയാതെ പെട്ടെന്ന് അവിടെ നിന്ന് പോയത്, നീ എന്താ വേദയെ സ്നേഹിക്കുന്ന ലവറാണോ? അപ്പോൾ അവനാകെ പരങ്ങുകയാണ് കേട്ടോ. എന്താ നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണോ? അയ്യോ വേദയ്ക്ക് എന്നോട് സ്നേഹമില്ല, ഞങ്ങൾ തമ്മിൽ ഞാൻ തമ്മിൽ എന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, ഒരു സൈഡ് മാത്രമേ പ്രണയമുള്ളൂ, രണ്ട് സൈഡ് ഇല്ല എന്ന് പറയുന്നത്. ഓഹോ നിനക്ക് അത്ര ഇഷ്ടമാണ് വേദയെ, അതെ എന്നാൽ പിന്നെ നീ വേദയെ കല്യാണം കഴിക്കാത്തത് ഇത് എന്തോന്ന് ചോദ്യമാണ് നിങ്ങളീ ചോദിക്കുന്നത് എന്ന് രഞ്ജിത്ത് പറയാം. അപ്പോഴേക്കും വേദയ്ക്ക് പേടിയായി, വേദ ഇങ്ങനെ എത്തി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഈ പയ്യൻ പറയുന്നത്, അതെങ്ങനെ, ഞങ്ങൾ തമ്മിൽ വിവാഹ നിശ്ചയമൊക്കെ ഉറപ്പിച്ചിട്ടുള്ളൂ, വിവാഹ നിശ്ചയം നടന്നിട്ടൊന്നുമില്ല, തനിക്ക് വേദയെ അത്ര ഇഷ്ടമാണെങ്കിൽ, വേദയുടെ മനസ്സിൽ തന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ താൻ എന്ത് ചെയ്യും, തൻ്റെ മമ്മിയും ഡാഡിയും കൂട്ടി വീട്ടിലോട്ട് വാ, വേദയുടെ വീട്ടിൽ നിന്നിട്ട് നന്നായി അന്തസ്സായി ഒരാണായി നിന്ന് നീ പെണ്ണ് ചോദിക്കുക, അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ അത് നടത്തി തരും, പ്രത്യേകിച്ച് വേദയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേദയും അതിന് മുൻകൈ എടുത്ത് നടത്തി തരും, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ ഒരു സൈക്കോ പോലെ അവിടെ ഇവിടെ നിന്ന് മുഖം വീർക്കുകയും അവളെ എനിക്ക് കിട്ടില്ല എന്നുള്ള തോന്നൽ അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത്ത് ഉപദേശിക്കുന്നത് കണ്ട് വേദ വല്ലാതെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഇത്രയും നല്ലൊരു പയ്യനെയാണല്ലോ താൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ള ലെവലിൽ വേദ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ രഞ്ജിത്തിന് വേറൊരു മുഖമുണ്ട് കേട്ടോ, അത് അറിയാനിരിക്കുന്നേ ഉള്ളൂ.